ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വിഷു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പടക്കം വാങ്ങാനാണ് കേട്ടോ. അങ്ങനെ ഞാൻ പടക്കക്കടയിലെത്തി പടക്കമൊക്കെ വാങ്ങി. ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. കുറച്ച് ലൈക്ക് പൊട്ടാത്ത സംഭവങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായുള്ളൂ. കാരണം എനിക്ക് പൊട്ടുന്ന ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പം ഞാൻ പൊട്ടാത്ത ഐറ്റംസ് മാത്രമാണ് നോക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പടക്കവും കണിക്കൊന്നയൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് വാങ്ങാനാണ് കേട്ടോ. കാരണം എൻ്റെ വിഷുക്കോടി ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ലാസ്റ്റ് ടൈം ആണല്ലോ എല്ലാറ്റിനും ഓർമ്മ വരിക. അങ്ങനെ ഞങ്ങൾ തലേ ദിവസമാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് എടുത്ത് കൊടുക്കാറാണ് കേട്ടോ. അതായത് എൻ്റെ ഡ്രസ്സ് ഏട്ടനാണ് വാങ്ങിത്തരാറ്, അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കൊടുക്കും. അങ്ങനെ വരുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് വിഷു ചന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റേഡിയത്തിലുള്ള വ്യൂ ആണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ നേരെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ ഫസ്റ്റത്തെ എക്സ്പെരിമെൻ്റ് ആണ്. എന്താവുന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നമുക്ക് നോക്കാം. അപ്പം ഞാൻ മാവൊക്കെ റെഡിയാക്കിയിട്ടായിരുന്നു കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിലും എപ്പോഴും ആക്കിയാൽ അത്ര റെഡി ആവാറില്ല, പിന്നെ ഏട്ടൻ്റെ അമ്മക്കും ആക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ യൂട്യൂബൊക്കെ നോക്കി ആക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. പക്ഷേ എങ്ങനെയൊക്കെയോ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ പടക്കം പൊട്ടിക്കാൻ ഇറങ്ങി കേട്ടോ. മെഴുകുതിരി കിട്ടാത്തത് കൊണ്ട് ദീപം കത്തിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ പടക്കം കത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ കമ്പിത്തിരി കത്തിച്ചു. അപ്പം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. എപ്പോഴും ഫസ്റ്റത്തെ കമ്പിത്തിരിയും ഫസ്റ്റത്തെ വെടിക്കെട്ട് കാണുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കുറച്ച് കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോകും. പിന്നെ എനിക്ക് ബോറടിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും അത് കത്തിക്കുന്നുണ്ടാവുക. ഇപ്പോൾ കാണിച്ച സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പക്ഷെ അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ അധികം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഈ സാധനം ഓൾസോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് പേര് വാങ്ങിയിട്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഐറ്റമാണെന്ന് തോന്നുന്നു. എല്ലാ ഐറ്റവും ഓരോന്ന് കത്തിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്കിത് തീർക്കണമല്ലോ എന്നുള്ളൊരു വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ആൾക്കാരും ഓരോന്ന് തീർക്കാൻ ഏറ്റെടുത്ത് അങ്ങനെ ഓരോന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ വിഷുക്കണി ഒരുക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പം ഇത്തവണ ഞാനാണ് വിഷുക്കണി ഒരുക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ദിവസം രാവിലെയായി ഞങ്ങൾ വിഷുക്കണിയൊക്കെ കണ്ടു. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വിഷുക്കണി. അപ്പം ഞങ്ങൾ കണിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്മ ഞങ്ങൾക്ക് കൈനീട്ടമൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി നേരെ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ. അമ്പലത്തിൽ ഇങ്ങനെ പൂവൊക്കെ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് വാങ്ങണമെന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നല്ല ചൂടായത് കാരണം പൂവും കൂടി ചൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. അമ്പലത്തിൽ ഇങ്ങനെ ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ തന്നെ അന്ന് വന്ന ഭക്തരുടെ എണ്ണം ഓൾസോ ഒരുപാടായിരുന്നു കേട്ടോ. ഈ ക്യൂ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളിൽ കയറി കൈനീട്ടൊക്കെ വാങ്ങി അതിൻ്റെ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി കേട്ടോ. അപ്പം അവിടുന്ന് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റത്തെ അമ്പലത്തിൽ നിന്ന് 5 രൂപയും ഈ അമ്പലത്തിൽ നിന്ന് 7 രൂപയായിരുന്നു കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും കൂടി എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ അമ്മക്കും അനിയത്തിക്കും വിഷു കോടിയും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ അപ്പത്തിൻ്റെ ഒരു വീഡിയോ പോലും എടുക്കാത്ത കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പം ഇതാണ് ഞാനാക്കിയ അപ്പം കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴാണ് മര്യാദക്കൊന്ന് കഴിക്കുന്നത്. കാരണം ഇന്നലെ ഫുൾ തിരക്കായത് കാരണം ശരിക്കും കഴിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ ഏട്ടനും അപ്പം കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പം റെഡിയായി നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ വിഷുക്കോടി. അങ്ങനെ ഞാൻ എല്ലാവർക്കും അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് വെള്ളിക്കയിലുള്ള ഒരു വയലിലേക്കായിരുന്നു കേട്ടോ. അവിടെ പൊട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന സമയത്ത് 7:30 ആയിരുന്നു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് 8:30-ക്കായിരുന്നു തുടങ്ങിയിട്ടുണ്ടായത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത്രയും ആൾക്കാർ അവിടെ വന്ന് വെയിറ്റിംഗ് ആയിരുന്നു. പൊട്ട് കഴിഞ്ഞതിന് ശേഷം അവർ ഇങ്ങനെ ഒരു സംഭവം അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി കണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.